ഇഷ്ടം പോലെ പണം മുടക്കുന്ന മലയാളി ആന്തരിക സൗന്ദര്യം അഥവാ ആരോഗ്യത്തിന് വേണ്ടി പണം മുടക്കാനും ചിന്തിക്കാനും ഒരുക്കമല്ല എന്നുള്ളതാണ് ഇത്രയും രോഗങ്ങൾ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്നതിൻ്റെ കാരണമായി തീരുന്നതെല്ലാം. നമുക്ക് പ്രാധാന്യം പലതിനും കുറഞ്ഞു. ഇന്ന് ഇപ്പോൾ തക്കാളിക്ക് വലിയ വില കൂടുതൽ, വാർത്തയെല്ലാം വേണം. ഇനി ഉരുളക്കിഴങ്ങ് കിട്ടുന്നില്ല, ഉടനെ നമുക്ക് പ്രശ്നമാണ്. ഉരുളക്കിഴങ്ങ് കിട്ടുന്നില്ല, എവിടെ ഉരുളക്കിഴങ്ങും? 25-30 കൊല്ലം മുമ്പ് എത്ര വീട്ടിൽ എല്ലാ ദിവസവും പച്ചക്കറി വാങ്ങിക്കുമായിരുന്നു? എല്ലാ ആഴ്ചയും പച്ചക്കറി വാങ്ങിക്കുന്ന എത്ര വീടുണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ വാങ്ങിക്കില്ല. ഒരു ഓണാട്ടുകരക്കാരൻ നിറത്തിൽ ഞാൻ നിന്ന് പറയാമല്ലോ. വാങ്ങിക്കുന്നത് അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന്, പിന്നെ ഓണത്തിന് തീർന്നു. അന്ന് മാത്രമാണ് പച്ചക്കറി വാങ്ങിക്കുന്നത്. അന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിയത് അവിയലും സാമ്പാറും തോരനും മെഴുക്കുവരട്ടിയും. ഇന്ന് എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നതും അവിയലും സാമ്പാറും തോരനും മെഴുക്കുവരട്ടി, പിന്നെ ചിക്കൻ എന്നൊക്കെ ഐറ്റം വന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. അന്ന് പിന്നെ എങ്ങനെയാണ് ഈ അമ്മ ഇതെല്ലാം ചെയ്തത്? അമ്മ മാന്ത്രിക വടി എടുത്ത് കറക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയൊന്നുമല്ല. അമ്മ ആ പറമ്പിൽ നിന്ന് ചേമ്പും ചേനയും യഥേഷ്ടം ഇതിനകത്തേക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് സാമ്പാറിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായതേ ഇല്ല. ഉരുളക്കിഴങ്ങില്ലാത്തതിൻ്റെ പേരിൽ സാമ്പാർ തിളയ്ക്കാതിരുന്നില്ല, ഞങ്ങളാരും കഴിക്കാതെയും ഇരുന്നില്ല. തക്കാളി എവിടെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അമ്മ അച്ഛനോട് പിണങ്ങിയില്ല. എൻ്റെ വീട്ടിൽ അന്നും ഈ കറികളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് മണ്ണ് വെറുതെ ഇട്ടിട്ട് നമ്മൾ നീങ്ങി. അപ്പോൾ നമ്മുടെ അടുക്കളകൾക്കും വലിയ പ്രാധാന്യമില്ല. പുതിയ പ്ലാനൊക്കെ നോക്കൂ, അടുക്കളകൾ എല്ലായിടത്തും ചെറുതായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അടുക്കള 2ആയി, ചെറുതായി, അത്രമേൽ നമ്മൾ ചെറുതായി. അടുക്കള ചെറുതായപ്പോഴേക്കും ആശുപത്രികൾ വലുതാവുക തന്നെ ചെയ്തു. അടുക്കളയിൽ പാചകങ്ങൾ കുറഞ്ഞു. വാങ്ങിക്കുക, വിളമ്പുക, കഴിക്കുക എന്നത് മാത്രമായി. വാങ്ങിച്ച് വെച്ച് വിളമ്പി കഴിക്കുന്നതിന് മുൻപുണ്ടായിരുന്നു ഉൽപ്പാദിപ്പിച്ച് പാചകം ചെയ്ത് വിളമ്പി കഴിച്ചിടത്തു നിന്നാണ് വാങ്ങിച്ച് വെച്ച് വിളമ്പി കഴിക്കുന്നതിലേക്കും. ഇപ്പോൾ അതൊന്നുമില്ല. വാങ്ങിക്കുന്നു, വിളമ്പുന്നു, കഴിക്കുന്നു എന്നതിലേക്കും എത്തിയപ്പോൾ നാട്ടിൻപുറങ്ങളിലേക്ക് പോലും സ്വിഗ്ഗിയും പിന്നെന്താന്ന് ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇങ്ങനെ പാഴ്സലുകളുമായിട്ട് ഇങ്ങനെ ബൈക്കിൽ ചെറുപ്പക്കാരിങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടങ്ങൾ പൊടിപൊടിക്കട്ടെ, ആശുപത്രിക്കാരനും അതേപോലെ ഉയർന്നു വരുന്നുണ്ട്. ഒരുപാട് ആശുപത്രികൾ വരുന്നു, പുതിയ കെട്ടിടങ്ങൾ, മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. വികസനത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമല്ല. രോഗാതുരമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളായി അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് കൃഷിക്ക് പ്രാധാന്യമുള്ളത്. കുഞ്ഞുങ്ങളെങ്കിലും മാരകമായ രോഗങ്ങളിലേക്ക് പോകാണ്ടിരിക്കാൻ നമുക്കതിനെ ഒന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ ഞാറ്റുവേലക്കാലം നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അത്യാവശ്യമായിട്ട്. ആ ഞാറായിണെങ്കിൽ പറിച്ചു നട്ടിയിടണം. ഞാറ്റുവേലക്കാലം ആവുമ്പോഴൊന്ന് ONV അതിമനോഹരമായ കവിതയിൽ പറയുന്നുണ്ട്. നമുക്ക് പലതും നടാൻ, ഒന്ന് നോക്കാൻ, കൃഷിയിടത്തിലേക്കൊന്ന് കണ്ണു വായിക്കാൻ ഈ ഞാറ്റുവേലക്കാലം പ്രേരണയായി തീരട്ടെ. ഇത് നിൽക്കുന്ന കർഷകരുണ്ടല്ലോ, അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് നമ്മൾ ഉറപ്പായി നമ്മൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം. ആ കർഷകരെ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരിമാരെ കണ്ടറിഞ്ഞ് നമുക്ക് സഹായിക്കണം അവരെ. ഇല്ലെങ്കിൽ അതെല്ലാം പൂട്ടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാവുകയില്ല. വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഇനിയും പറയാനുണ്ട്, പക്ഷെ ഞാൻ സമയത്തിന് ഇതോട് പറഞ്ഞില്ല. ഇതിൻ്റെ രംഗം നെറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ്. പച്ചക്കറികളിലും മറ്റും അടങ്ങുന്ന കീടനാശിനികളുടെ അളവിനെക്കുറിച്ചുള്ള കണക്ക് കൂടി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. സമയത്തിന് ഇതുകൊണ്ട് സുമാർ സാറേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെല്ലാം സംഘടിപ്പിച്ചതിന് സംഘാടകരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഏർപ്പെടുത്തുന്നു. കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിമിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിന്